നമസ്കാരം. തിരുവനന്തപുരത്ത് നടൻ കൃഷ്ണകുമാർ, BJPയുടെ അഖിലേന്ത്യാ നേതാവ്, വലിയൊരു തട്ടിപ്പ് കേസ്, ആളുകളെ തട്ടിക്കൊണ്ടുപോകൽ കേസ്, അവരെ പിടിച്ചു കെട്ടിയിട്ട് മർദ്ദിക്കുന്ന കേസ്, വമ്പൻ ധനാപഹരണം, പണം തട്ടിപ്പ് കേസ് വന്നിരിക്കുകയാണ്. മ്യൂസിയം പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. നമസ്കാരം. BJP നേതാവ് തിരുവനന്തപുരത്ത് കൃഷ്ണകുമാർ, അയാളും അയാളുടെ ഭാര്യയും മക്കളും എല്ലാവരും ചേർത്ത് ഇപ്പം കേസ് വന്നിട്ടുണ്ട്. മ്യൂസിയം പോലീസിൽ കേസ് വന്നിട്ടുണ്ട്. ജാമ്യമില്ലാത്ത രീതിയിൽ വകുപ്പുകൾ ചേർത്ത് FIR ഇട്ടിട്ടുണ്ട്. ഇപ്പം കരഞ്ഞു പിടിച്ച് മുഖ്യമന്ത്രിയുടെ അടുത്ത് കാല് പിടിക്കാൻ പോയിരിക്കുകയാണ്. മുഖ്യമന്ത്രി വളരെ നല്ലവനാണത്രേ. ഏറ്റവും വലിയ രസം, ഇവരുടെ സ്ഥാപനത്തിൽ നിന്ന്, ഈ സ്ഥാപനം ടാറ്റ സ്റ്റീൽ പ്ലാന്റ് ഒന്നും അല്ല കേട്ടോ, പക്ഷെ ഇവര് പറയുന്നത് ഇയാളുടെ മകള്, ഇയാളുടെ പേര് എനിക്കൊന്നും അറിയില്ല, വല്ല എന്തെങ്കിലും മറ്റേ വത്സരാന്നോ ഇന്ദിരാന്നോ ധനലക്ഷ്മി എന്നോ നാരായണിക്കുട്ടിയും ചില പേരറിയുള്ളൂ. ഇതെന്താ എന്നോട്ടെ ഒരു നിമിഷം, OC, ഇതൊക്കെയാ പേരുകൾ. ഈ കേസ് ഉൾപ്പെട്ടതിൽ പ്രധാനി വേറൊരു പെണ്ണാണ്, ദിയ. ഇവരുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്ത ജോലിക്കാരികൾ, പെൺകുട്ടികൾ, അവരാണ് കേസ് കൊടുത്തിട്ടുള്ളത്. 3 പെൺകുട്ടികൾ, അതിലൊരു പെൺകുട്ടിയുടെ ഭർത്താവുമാണ് കേസ് കൊടുത്തിട്ടുള്ളത്. അവരെ തട്ടിക്കൊണ്ടുപോയിട്ട്, ഇയാളുടെ രാഷ്ട്രീയ ബലം വെച്ചിട്ട് ആയിരിക്കണമല്ലോ തണ്ട് കാണിക്കല്, ഗുണ്ടായിസം, തട്ടിക്കൊണ്ടുപോയിട്ട് കടയിൽ എവിടെ കൊണ്ട് അടച്ചിട്ട് പീഡിപ്പിച്ച് പണം തട്ടിയെടുത്തു എന്നാണ് കേസ്. ആ പെൺകുട്ടികളുടെ നിന്ന് പണം തട്ടിയെടുത്തു എന്നാണ് കേസ്. ഇതിനൊരു മറുവശം കൂടിയുണ്ട്, ഇയാളുടെ വക കേസുണ്ട്. അതാണ് ഏറ്റവും രസം. ഇയാളുടെ മകള് ഈ OC ആണോ ദിയാണോ എന്നറിയില്ല, ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഗർഭം മൂത്തപ്പോൾ പിന്നെ കടയിൽ വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു 3-4 മാസം കൊണ്ട് ഈ കടയിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടികൾ 10,000 രൂപ അടിച്ചു മാറ്റിയത്രേ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കാൻ പറ്റും. 50,000 രൂപ അടിച്ചു മാറ്റി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും. 1 ലക്ഷം രൂപ ഈ 3-4 മാസം കൊണ്ട് അടിച്ചു മാറ്റി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും. ഇതെത്രയാണെന്ന് അറിയോ? 69 ലക്ഷം രൂപ. അതായത് 30 ലക്ഷം രൂപ കൂടി ഉണ്ടെങ്കിൽ 1 കോടിയായി. അപ്പം ഇവരുടെ കടയിലെ വരുമാനം 69 ലക്ഷം രൂപയാണ് 4-5 മാസം കൊണ്ട്. ആലോചിച്ച് നോക്കണം. ഈ 69 ലക്ഷം രൂപ ഈ പെൺകുട്ടികൾ അടിച്ചു മാറ്റിയ കാര്യം ഇവരാരും അറിഞ്ഞില്ല അത്രേ. ഈ കൃഷ്ണകുമാറും അറിഞ്ഞില്ല. അയാളുടെ വീട്ടിലൊരു പെൺപട തന്നെ ഉണ്ടല്ലോ, അയാളുടെ ഭാര്യയും പിന്നെ 4-5 മക്കളുണ്ട്. എല്ലാത്തിനും നമ്മൾ കാണാറുണ്ടല്ലോ. ഞാൻ അവരുടെ പലരോട് പറഞ്ഞിങ്ങനെ, ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ അയാൾക്ക് എത്ര 4-5 പെൺകുട്ടികൾ ചോദിച്ചപ്പോൾ ഞാൻ നോക്കാറില്ല, പെൺകുട്ടികളെ മുഖം നോക്കാറില്ല, ബാക്കിയൊക്കെ നോക്കാറുള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇവരാരും ഈ കടയിൽ ശ്രദ്ധിച്ചില്ല അത്രേ. മനസ്സിലാക്കണം. അതായത് 69 ലക്ഷം രൂപ 4-5 മാസം കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു ദിവസം ആലോചിച്ച് നോക്കണം, ഒരു ദിവസം ഇപ്പം എത്രായിരം രൂപ ആ പെൺകുട്ടികൾ തട്ടിച്ചെടുത്തിട്ടുണ്ടാകണം. ഇത് ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് വിശ്വസിച്ചു. ഞങ്ങൾ വിശ്വസിച്ചു. സാക്ഷാൽ നമ്മളുടെ ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ആള്, കേരളത്തിലിപ്പോൾ ഏറ്റവും വലിയ ധനികൻ എന്ന് പറയാവുന്നത്, ധനവാൻ ധനികൻ രണ്ടും നമ്മളെ പ്രിയങ്കരനായിട്ടുള്ള യൂസഫ് അലി സാഹിബാണ്. 69 ലക്ഷം രൂപ ഏതൊരു ലുലു മാളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവരറിയില്ലേ?
അവരത് കാര്യമായിട്ട് എടുക്കില്ലേ? ഇത് തമാശക്കളിയാണ്. 69 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലോൺ മസ്ക് വരെ ബോധം കിട്ടി വീഴും. ഇത് വിശ്വസിക്കാൻ ഏതായാലും പോലീസുകാർ തയ്യാറായിട്ടില്ല. ഇവർക്ക് കേസ് കൊടുത്തിരിക്കുകയാണ്. ഇവർക്കെതിരെ കേസ് കൊടുത്തതിന് തിരിച്ച് കേസ് കൊടുത്തിരിക്കുകയാണ് ഇവർ. കാരണം പോലീസ് ഇവർ പറയുന്നത് ശരിയാണെങ്കിൽ പോലീസുകാർ ഇവർ കൊടുത്ത കേസ്, ഞങ്ങളുടെ 69 ലക്ഷം രൂപ ഞങ്ങളുടെ കടയിൽ നിന്ന് 2-3 പെൺകുട്ടികൾ 3-4 മാസം കൊണ്ട് അടിച്ചു മാറ്റി എന്ന് പറയുന്ന കേസ്, അതിന് പ്രാധാന്യം കൊടുക്കാതെ ആ പെൺകുട്ടികളെ ഇവിടെ പിടിച്ചു കൊണ്ടുവന്ന് തല്ലി തമ്പോളാക്കി പൈസ ഈ കൃഷ്ണകുമാറും അയാളുടെ വീട്ടിലെ പെൺപടയും കൂടിയിട്ട് അവരുടെ കയ്യിൽ നിന്ന് പൈസ തട്ടിച്ചെടുത്തു എന്ന കേസിനാണ് പ്രാധാന്യം കൊടുത്തത് എന്ന് പറഞ്ഞിട്ട് ഇയാളെ കരഞ്ഞുകൊണ്ട് നടക്കുക. പോലീസുകാർ വെറുതെ ഇയാളുടെ കേസിന് പ്രാധാന്യം കൊടുക്കാതെ അവരുടെ കേസിന് പ്രാധാന്യം കൊടുക്കൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവിടെ CCTV ഉണ്ടായിരുന്നില്ലേ? അവിടെ മറ്റേ QR കോഡ് ഉണ്ടായിരുന്നില്ലേ? ഗൂഗിൾ പേയിൽ പൈസ അതിനുള്ള സംവിധാനങ്ങൾ ഇന്നിപ്പോൾ അതൊക്കെയല്ലേ ചെയ്യുന്നത്. അത് വരുന്നവരോട് പറഞ്ഞു ഇവിടെ QR കോഡ് ശരിയല്ല, ഗൂഗിൾ പേ ശരിയല്ല, അവൻ്റെ പൈസ കയ്യിൽ തന്നാൽ മതി എന്ന് പറഞ്ഞു. അത് ഒരാളോട് 2 ആളോടല്ല, ആയിരക്കണക്കിന് ആളുകളോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്നിട്ട് അതൊന്നും ഇവരറിഞ്ഞില്ല, ഈ വീട്ടുകാരറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് 69 ലക്ഷം രൂപ ഈ 3 പെൺകുട്ടികളായിട്ട് അടിച്ചു മാറ്റിയിട്ട് അവർ വീതം വെച്ചത് എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾക്കിത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മളുടെ ടാറ്റയെ കുറിച്ചൊരു കഥയുണ്ട്. അദ്ദേഹം ജർമ്മനിയിൽ പോയിട്ട് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ആഹാരം കഴിക്കാനായിരുന്നു. അങ്ങനെ വിളമ്പിയ കൊടുത്ത ആഹാരത്തിൽ കുറച്ചേ അങ്ങനെ കഴിച്ചുള്ളൂ. ബാക്കി അദ്ദേഹം പറഞ്ഞു ഇതെനിക്ക് പാഴ്സൽ ചെയ്ത് തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു അസിസ്റ്റന്റ് മാനേജർ ആരും വന്നിട്ട് പറഞ്ഞു, നമസ്കാരം സാർ, അങ്ങ് ടാറ്റ അല്ലേ? ആണല്ലോ. എന്താ ചോദിച്ചത്? അല്ല, ഈ ആഹാരം ഇങ്ങനെ പാഴ്സൽ ചെയ്ത് കൊണ്ടുവിടെ. അപ്പം അദ്ദേഹം പറഞ്ഞു അങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടാണ് ഞാൻ ടാറ്റയായത് എന്ന്. ഒരു വറ്റ് പോലും അദ്ദേഹം കളയാറില്ല. ആഹാരം കഴിക്കുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള ആഹാരം. അദ്ദേഹം ഇപ്പം ഈ അടുത്ത കാലത്താണ് മരണപ്പെട്ടത്. നിങ്ങൾക്കറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്തായിരുന്നു എന്ന്. മറ്റുള്ള കോടീശ്വരന്മാർ സമ്പാദിച്ചു വെച്ചത് അധികം രൂപ ഇദ്ദേഹം പാവപ്പെട്ടവർ കൊടുത്തവനാ. അദ്ദേഹം അനുഭവിച്ചതല്ല. പറഞ്ഞു വരുന്നത്, ഞാൻ ജർമ്മനിലെ കാര്യം പറഞ്ഞു വന്നത്, അദ്ദേഹം പോലും പാഴ്സൽ തരാൻ പറഞ്ഞു. അപ്പോൾ കയറി വന്ന് എത്രയുണ്ടാവും? അവിടുത്തെ യൂറോ വെച്ച് എത്രയുണ്ടാവും? വേണേ 100 രൂപ. അതിന് വിട്ടൊന്നും ഉണ്ടാവില്ല. ആ 100 രൂപയ്ക്ക് പോലും വാല്യൂ കാണുന്നവൻ ആര്? ടാറ്റ. പക്ഷെ ഇവിടെ ഈ 69 ലക്ഷം രൂപ ദിവസമായിട്ടാണ് കൊണ്ടുപോയിരുന്നതെന്നാണ് പറയുന്നത്. അത് ഇവരറിഞ്ഞില്ലെന്ന്. അത് നമ്മൾ അങ്ങോട്ട് വിശ്വസിക്കണമെന്ന്. ഏതായാലും മ്യൂസിയം പോലീസ് അത് വിശ്വസിച്ചിട്ടില്ല. അവർ വിശ്വസിച്ചിട്ടുള്ളത് ഇയാളുടെ ആ കുടുംബത്തിൻ്റെ ഒരു കാര്യക്കും പലപ്പോഴായിട്ടും നമ്മൾ പലയിടത്തും കണ്ട കാര്യങ്ങളാണ്. അത്ര സുഖകരമായിട്ടുള്ള വാർത്തകളല്ല അയാളിൽ നിന്നും അയാളുടെ കുടുംബത്തിൽ നിന്നും നമ്മളിതുവരെ കേട്ടിട്ടുള്ളത്. അയാളുടെ ഇലക്ഷന് മത്സരിക്കാൻ നിന്നു, എന്നിട്ട് അയാളുടെ കണ്ണ് ആരോ അടിച്ചു പൊട്ടിച്ചു എന്നും പറഞ്ഞ് ആ കണ്ണ് മൂടിക്കെട്ടി ഒറ്റക്കണ്ണുമായിട്ട് സിമ്പതി നേടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ചില തക്കട തരികട മറിമായങ്ങൾ ആ കുടുംബത്തിൽ നിന്ന് വരുന്ന നമ്മൾ കണ്ടതാണ്. ഇപ്പം ഇയാളുടെ ഒപ്പം നിന്ന് സംസാരിക്കുന്നുണ്ട് ഈ പെൺകുട്ടി. ഓസിയാണോ മറ്റേ ഇതെന്താണ് ഡിയ ആണെന്നറിയില്ല, സംസാരിക്കുന്നുണ്ട്. സാധാരണ സംസാരിക്കുന്ന സമയത്ത് അവരൊരിക്കൽ പോലും ഈ മംഗ്ലീഷാണ് പറയുക. എന്താ പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല. ഇംഗ്ലീഷ് പറഞ്ഞാൽ ഏകദേശമൊക്കെ എനിക്ക് മനസ്സിലാവും, മലയാളം പറഞ്ഞാലും മനസ്സിലാവും. പക്ഷേ അതുമല്ല ഇതുമല്ല, നമ്മുടെ തേങ്ങയല്ല, നമ്മുടെ ദേഷ്യമല്ലാത്ത രീതിയിലുള്ള അമ്മൂമ്മയുടെ കഥകളി വേഷഭാഷകൾ അത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. അത് നമ്മുടെ കഴിവുറവായിരിക്കാം. പക്ഷെ ഇന്ന് അവിടെ പറയുമ്പോൾ ഞങ്ങളുടെ 69 ലക്ഷം രൂപ ഞാൻ ഗർഭിണിയായിരിക്കുമ്പോൾ, പ്രഗ്നൻ്റ് എന്നല്ല കേട്ടോ, ഞാൻ ഗർഭിണിയായിരിക്കുമ്പോൾ അസല് മലയാളം ഭാഷ. അപ്പം മുമ്പ് കാണിച്ചിട്ടുള്ള ഈ വേഷം കെട്ടുകളല്ലേ വാസ്തവത്തിൽ. ഇങ്ങനെ കുറേ എണ്ണമുണ്ട്. IAS വരെ എങ്ങനെയാണല്ലോ, വേഷം കെട്ടുകളാണല്ലോ. അപ്പം കേരളത്തിൻ്റെ സ്ഥിതി അതാണല്ലോ. അപ്പം ഇതെന്തോ ആകട്ടെ, പറഞ്ഞു വരുന്നത് ഇതൊക്കെയാണ് നമ്മളുടെ CJP നേതാക്കന്മാർ ഇവിടുത്തെ.
മുൻനിര നേതാക്കന്മാരാ. ഇവരൊക്കെയാണ് മുൻനിര നേതാക്കന്മാർ. ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ പിന്നലെ ഉപതെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നമ്മുടെ ചെമ്പുകോഴിയിൽ മറന്നിട്ടില്ലല്ലോ, ചെമ്പുകോഴിയിൽ നിന്ന് ഇങ്ങനെ വാരി വതറുണ്ടായിരുന്നു. ഇങ്ങനെ എന്ത് ആശംസകൾ, പുകഴ്ത്തലുകൾ. പിണറായി തന്നെ നമ്പർ 1, അദ്ദേഹമാണ് യഥാർത്ഥ ലീഡർ. എന്തൊക്കെയോ ഈ അന്തർചലനങ്ങൾ, അത് വളരെയധികം വളരെ ശക്തിമത്തായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്നല്ലേ വരുന്നത്. ഇവരെവിടെ കയറി ചവിട്ടുന്നു, എവിടേക്ക് മുഖം തിരിക്കുന്നു, അന്തർധാര, അതാണ് പറഞ്ഞത്, അന്തർധാര ഭയാനകമായിട്ട് സജീവമാണിപ്പോൾ. നിലമ്പൂർ തെരഞ്ഞെടുപ്പ്, അവിടെ മത്സരിക്കുന്നത്, ഞാൻ കാര്യം മാറിപ്പോകുകയല്ല, 2 വരിയെ പറയുന്നുള്ളൂ. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന LDF, UDF, BJP, പിന്നെ തൃണമൂൽ കോൺഗ്രസ്. ഇപ്പൊ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. തൃണമൂൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നത് ആരാണ്, LDFിനോടൊപ്പം നിൽക്കുന്നത് ആരാണ്, UDFിന് LDF ജയിക്കണമെന്നാണോ ആഗ്രഹം, LDFിന് BJP ജയിക്കണമെന്നാണോ ആഗ്രഹം, BJP UDFും കൂടിയിട്ട് തൃണമൂൽ കോൺഗ്രസിന് ജയിപ്പിക്കും, ഒന്നും അറിയില്ല. എല്ലാവരും മായാപ്രപഞ്ചമാണ് ഇപ്പം നിലമ്പൂർ. അതാണ് ഇവിടുത്തെ രാഷ്ട്രീയം. എല്ലാത്തിൻ്റെയും പുറകിൽ ഇതാണ്, പൈച്ച 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 പൈച്ച. അപ്പോൾ ഇവരൊക്കെ, ഇയാളും ഒരു രാഷ്ട്രീയത്തിൻ്റെ ആളാണല്ലോ. അപ്പം ഇപ്പോൾ കൊടുത്ത കേസ് 2 കേസാണ്. ഒരു കേസ് അങ്ങോട്ട്, കൗണ്ടർ കേസ് ഇങ്ങോട്ട്. പെൺകുട്ടികളെ പിടിച്ചു കൊണ്ടുവന്ന് കെട്ടിയിട്ട് തല്ലിയിട്ട് അവരെന്ന് എത്രയോ 2-3 ലക്ഷം രൂപയോ മറ്റോ 3-4 ലക്ഷം രൂപ തട്ടിച്ചെടുത്തു എന്ന് അവരുടെ വക കേസ്. ഇയാൾ തിരിച്ചു കൊടുത്തിരിക്കുന്നു. ഞങ്ങളുടെ 69 ലക്ഷം രൂപ അവർ കട്ടെടുത്തു പറഞ്ഞ് ഇയാളുടെ വക കേസ്. ഇനി അത് പോലീസ് നോക്കട്ടെ. നമുക്ക് ഈ കേട്ട കാര്യങ്ങൾ പറയാനല്ലേ പറ്റുള്ളൂ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം, വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം, ഈ ഒരു കൃഷ്ണകുമാറും അയാളുടെ ഭാര്യാമണിയും പിന്നെ 4-5 മക്കളെ ഉണ്ട്, പെൺമക്കൾ. ഇവർ പലപ്പോഴായിട്ട് വാർത്തകളിൽ വന്ന് നിറയാൻ വേണ്ടി, ലൈം ലൈറ്റിന് മുമ്പിൽ വന്ന് നിറയാൻ വേണ്ടിയിട്ട് ഇച്ചിരി സിനിമാഭിനയം, ഇച്ചിരി ജീവിതാഭിനയം, ഇത് ഇടവിട്ട് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഇവർ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ വായിച്ചിട്ടുണ്ട്. പലതരം വേഷം കെട്ടലിലൂടെ തങ്ങളിലേക്ക് സമൂഹത്തിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില, കൃത്യമായിട്ട് വൾഗറെന്ന് പറയാം, അങ്ങനെ ചില വേഷം കെട്ടലൊക്കെയും കണ്ടിട്ടുണ്ട്. അപ്പം അതെല്ലാം കൂടിയിട്ട് വെച്ച് ഹരിച്ചും കിഴിച്ചും നോക്കുന്ന സമയത്ത് ഈ 2 കേസിൽ ഏത് കേസായിരിക്കാം ശരിയായിട്ട് വരിക? ആ പെൺകുട്ടികളെ പിടിച്ചുകൊണ്ടുവന്ന് തല്ലി തമ്പോളായിട്ട് അവരിൽ നിന്ന് പൈസ തട്ടിയെടുത്തു എന്നുള്ള കേസാണോ ശരി? അതോ ആ പെൺകുട്ടികളോട് ജോലി ചെയ്യുന്ന പെൺകുട്ടികൾ പലപ്പോഴായിട്ട് 69 ലക്ഷം രൂപ കട്ടെടുത്ത് കൊണ്ടുപോയി ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടുള്ള കേസ് ഏതാ ശരി? നിങ്ങൾ തന്നെ പറ. നമസ്കാരം.